അപ്പോൾ ഹലോ ഗായ്സ്, ബബിൾ വാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കാലമായാലും ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാർട്ട് ടൈം ജോബിന് കയറിയിരിക്കുന്നു ഇവിടെ. അപ്പോൾ എന്താ പറയുക, എനിക്ക് വീക്ക് ഓഫ് ആഴ്ചയിൽ ഒരു ദിവസം ലീവുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് എനിക്ക് കണ്ടന്റ് എടുക്കാൻ സമയമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അഡ്മിഷൻ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ അപ്പോൾ ഈ കോളേജിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, കോളേജിൻ്റെ വീഡിയോസും റിവ്യൂസും കാര്യങ്ങളും റിയാക്ഷൻസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക, എന്നിട്ട് എങ്ങനെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കാനുള്ള രീതിയിലാണ് ചാനൽ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലൂപ്പ് പെട്ടുപോയി ഇങ്ങനെ ജോബ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരും. പക്ഷെ അതുവരെ നമുക്ക് ഈ യൂട്യൂബിൽ സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടന്റ് കാര്യങ്ങൾ, അതായത് എനിക്ക് ഈ കോൺഫിഡൻസ് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ജസ്റ്റ് കണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ എന്താണെന്ന് വിചാരിച്ച്, അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, മോശക്കാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തോളൂ. കാരണം എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഇൻഫോർമേറ്റീവ് ആയിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുക. എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, തംബ്നെയിലിൽ കണ്ട പോലെ 2025 പിന്നെ 25 കൂട്ടാം, ജനുവരി ആയി അടുത്ത മാസം. അപ്പോൾ 2021 അതായത് മെമ്മറീസൊക്കെ പോവാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഗാലറിയാണ് ഗാലറിയിൽ എൻ്റെ 2021 മുതലുള്ള ഫോട്ടോസാണ്. അത് ഞാൻ അങ്ങനെ നോക്കിയത്. പഴയ ആർക്കാണെന്നുണ്ടെങ്കിലും നമ്മളെ പഴയ ഫോട്ടോസ്, പഴയ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു മെമ്മറീസ് കാര്യങ്ങൾ, ഓരോ കഥ പറയാനുണ്ടാവും. ഓരോ ഫോട്ടോക്ക് ഓരോ വീഡിയോക്ക് ഓരോ കഥ പറയാനുണ്ടാവും. ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ, കണ്ടന്റ് ഒന്നും അല്ല. അപ്പോൾ വീഡിയോ അധികം ലെങ്ത് ആക്കാൻ പറ്റൂല, കാരണം ലെങ്ത് ആയാൽ നമുക്ക് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ ചുരുക്കിയാണ്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഫോണ് ചാർജ് ഇല്ലേ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു ലീവ് കിട്ടിയപ്പോൾ ഇന്ന് കുറച്ച് അധികം ഉറങ്ങി. 2021 കേട്ടോ ഇത്. 2021 ഡിസംബർക്കൊക്കെ ഞാനിവിടെ ബാംഗ്ലൂർ എത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്തുകൊണ്ട് 21 ഡിസംബർ, നവംബർ, ഒക്ടോബർ, ഫെബ്രുവരിയിലാണ്. അന്നൊക്കെ എൻ്റെ അടുത്ത് സാമ്പിൾസ് ആണ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോ കേട്ടോ. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ആണ് അന്ന്. ആജിമൽ പറഞ്ഞ ഒരുത്തനാണിത്. ഇതൊക്കെ അവൻ്റെ ബർത്ത്ഡേ അന്ന് ഞങ്ങളെന്തോ സപ്ലൈക്കോലോ അങ്ങനെ എന്തോ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പാർട്ട് ടൈം ഉള്ള രീതിയിൽ. അപ്പം അങ്ങനെ കഴിഞ്ഞാണ്ട് ബർത്ത്ഡേക്ക് പോകുന്ന ഇതിങ്ങനെ ആഘോഷം. ഞാൻ അധികം ലെങ്ത് ആക്കണില്ല കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞു ഇത് കണ്ടന്റ് ഉള്ള രീതിയിലല്ല, ജസ്റ്റ് ഒരു വീഡിയോ ഒരു സ്റ്റേബിളായി എനിക്ക് കോൺഫിഡൻസ് പോകാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാനിങ്ങനെ ലാപ്പിൻ്റെയും ഫോണിൻ്റെയും ക്യാമറേൻ്റെയും മുമ്പിൽ എനിക്ക് ചിലവഴിക്കണം, എന്നാലും എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇതാട്ടെ എൻ്റെ ഉമ്മ. ഇതൊക്കെ ചെക്കന്മാർ, ഇതൊക്കെ എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ്. 2021 എന്നെ കാണാൻ കണ്ടുകൊണ്ടിട്ടാ. ഇതാണ് എന്നെ കാണാൻ. പിന്നെ ഇവരൊക്കെ ഇപ്പോൾ അസീബ് ഇവപ്പോൾ നാട്ടിൽ കോളേജിൽ പഠിക്കുകയാണ്, സഫ കോളേജ്. ഇവനിപ്പോൾ വർക്കിന് പോവാണ്, ഇവനും വർക്കിന് പോവാണ്. ഞാൻ ഇവിടെ. എല്ലാവരും ഒരു വഴിക്കായി. പണ്ട് ഞങ്ങളിങ്ങനെ പറയുന്നത്, ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചെടുക്കുന്ന സമയത്ത് ഞങ്ങളെ വലിയ ആൾക്കാരുണ്ടാവില്ലേ, അതായത് ഞങ്ങളെ പോലത്തെ ജനറേഷൻ പണിക്കുന്നൊക്കെ പോകുമ്പോൾ എന്തായാലും ഇവരൊക്കെ ഒരവസ്ഥ. നമ്മളതൊക്കെ എന്ത് അടിപൊളി ലൈഫാണ്. കളിക്കാൻ പോവുക, കളി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവുക, കുളത്ത് ചേർന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടൈം എത്തിയപ്പോഴാണ് ശരിക്കും സംഭവം എങ്ങനെയാണ് മനസ്സിലായി. ലൂപ്പാണ് ഇത് സംഭവം. എല്ലാവരും പല വഴിക്കായി. കുറേ ആൾക്കാർ ഗൾഫിൽ പോയി, കുറേ ആൾക്കാർ പഠിക്കാൻ പോയി ഡൽഹി അവിടെ ഇവിടെയൊക്കെ. ഞാൻ പിന്നെ ബാംഗ്ലൂർക്ക് വന്ന് അങ്ങനെയൊക്കെ. ഇത് നാട്ടിലത്തെ ഒരു പെരുന്നാൾ, ഏതൊരു പെരുന്നാൾ ഇതിൽ അന്നുണ്ടല്ലോ. ഞാനും ഷിബിലി, എൻ്റെ പുറത്ത് ഇവനാട്ടോ ഷിബിലി, ഇവനൊക്കെ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ഇട്ടിരുന്നത് ഒരു വെറൈറ്റി ഡ്രസ്സുള്ള രീതിയിൽ. എന്നിട്ട് ഞാനൊക്കെ ഡ്രസ്സ് എടുത്താട്ടോ. അന്ന് ഇവനൊക്കെ ഇതുപോലത്തെ ഡ്രസ്സായിട്ട് തിന്നു. പക്ഷേ ഇവരാരും എന്നോട് പറയാണ്ട് പോയി കണ്ട് ഒക്കെ റിട്ടേൺ വെച്ച് കണ്ട്
എന്ത് ചാമ്പി എന്നെ ചാമ്പി. എന്നിട്ട് ഞാൻ മാത്രം ഒറ്റക്കായി. ഇത് അന്ന് പെരുന്നാളെടുത്ത ഫോട്ടോ ആണ്. ഇത് എൻ്റെ ഫോണെടുത്തല്ലോ കേട്ടോ, പഴയ ഫോട്ടോസ് കയറ്റിയതാ. ഇത് ഇതേപോലെ അസീബ് ഉണ്ട്, അവൻ്റെ കാക്കാൻ്റെ കല്യാണത്തിന് ഡ്രസ് കോഡ് ഇറക്കിയത് ഞങ്ങൾ കേട്ടാ. അതിൻ്റെ കോമഡി എന്താ വെച്ചാൽ ഇതിൻ്റെ എംബ്ലം നോക്ക്. എംബ്ലം ഞങ്ങൾ തന്നെ അടിച്ചുണ്ടാക്കിയ തന്നെയാണ്, ഞങ്ങൾ തന്നെ ഇറക്കിയ പരിപാടിയാണ്. പക്ഷേ അന്നത്തെ ഓരോ മൈൻഡ് ആണല്ലോ. ഇന്നിപ്പോഴത്തെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കോട്ട് ടൈ ബട്ടണൊക്കെ ഇട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതൊക്കെ അന്നേരത്തെ ഫോട്ടോസ് ആട്ടോ. എന്തായാലും ഇതൊക്കെ ഒരു മെമ്മറൈസ് ആയല്ലോ. ഇനിയിപ്പോൾ ഫോണിൽ നിന്ന് പോയാലും ഇവിടെ ഇതിൽ ലാപ്ടോപ്പിലുണ്ടാവും, ലാപ്ടോപ്പിലല്ല യൂട്യൂബിലുണ്ടാവും. ഇത് ഞാൻ മാസം കണക്കാൻ വെക്കുന്നൊന്നും കേട്ടോ. കണ്ണുണ്ട് ഒരു ഈ കണ്ണിനല്ല, ഈ കണ്ണിനൊരു കോങ്ങണുണ്ട്. ഇടയ്ക്ക് കിട്ടോ, എപ്പോഴൊന്നുമില്ല. അപ്പോൾ പെരക്കാർ പറയുന്നത് ഭാഗ്യക്കണ്ണെന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്കൊരു വിയേർഡ് തോന്നേണ്ട വിചാരിച്ചിട്ടാണേ ഞാൻ പറഞ്ഞുതരാം. ഇതന്ന് റെന്റിനെടുത്ത അന്ന് അവിടുത്തെ ഏതൊരു വണ്ടിയാണ് ഞങ്ങൾ, അവിടുത്തെ ഏതോ വണ്ടിയാണ്. ഇതൊക്കെ അന്നത്തെ ഫോട്ടോസ് കേട്ടോ. ഇതൊക്കെ നാട്ടിൽ അന്ന് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുമ്പോൾ ഒന്ന് ഫ്രണ്ടിൽ ഒരു ക്യാമറ കണ്ടു അന്നിങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് അവരോ. രാവിലെ കളി ഉണ്ടായിരുന്നു, രാവിലത്തെ കളി ഉണ്ടല്ലോ, അതൊക്കെ നാട്ടിൽ നിന്നപ്പോഴാണ് കളിച്ചു. ഇവിടെ ഒന്ന് വന്നിട്ട് രാവിലെ കളിക്കാനുള്ള പരിപാടി ഒന്നുമില്ല. ഇതൊക്കെ ഫാമിലിയാണ്. അങ്ങനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് എൻ്റെ അനിയെ, ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങൾ 3 പെണ്ണുങ്ങളും വലുതും, പിന്നെ 4ാമത്തെ ഞാനും, പിന്നെ എനിക്ക് അനിയൻ. ഞങ്ങൾ 5 മക്കളാണ്. ഇപ്പോൾ ഇതൊക്കെ അന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോവുക, ഓരോ വീടിൻ്റെ അടിപൊളി വീടിൻ്റെ മുറ്റത്ത് ഫോട്ടോ എടുക്കാൻ പോവുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഇൻസ്റ്റാഗ്രാമിൽ അത് ഫോളോവേഴ്സ് ലൈക്ക് കാര്യങ്ങൾ അങ്ങനത്തെ തന്നെയല്ല ഒരു പരിപാടി. പിന്നെ ഇതൊക്കെ അന്ന് ഫുൾ ആക്ട് കഴിഞ്ഞല്ലോ എല്ലാവരും പുറത്ത്. ഞങ്ങൾ ഉണ്ണിയാൽ പോയത്, എൻ്റെ മനോവിടെ സീനാണേ. ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ അന്ന് ഉണ്ണിയാൽ പോയത്. കുറച്ച് ചെക്കന്മാരെ കാണിച്ചു തരാം, ഈ കണ്ടൊക്കെ വീഡിയോ. റോഡ് ഉപനാണെന്നുണ്ടെങ്കിൽ ഇവര് ശരിക്കും അടിയായി. ഇവരുണ്ടല്ലോ ഞമ്മള് വെറുതെ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞ് മൂച്ചിമ കയറ്റിയതാ. പിന്നെ ഇവരെ പിടിച്ചാൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി. മറ്റേ ഒപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോ മോട്ടറാക്കാൻ നിൽക്കുക. ശരിക്കടിച്ച് അന്ന് അടി നടന്നവിടെ. ഇതായിട്ടാ അന്നത്തെ അവിടുത്തെ ഗ്യാങ്ങാണിത്. പേരൊക്കെ അന്ന് ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. ശിബിലി, വേനാട്ട് അസീബ്. ഞങ്ങൾ പേര് പറയണ്ട, നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഇതാണ് അസീബ്. ഇതൊക്കെ പിന്നെ ഓരോ ഫോട്ടോ എടുക്കുന്ന പരിപാടി. ഇവിടെ നിന്നിട്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങളെ FRC ക്ലബ്ബാട്ടോ. ചന്തപ്പറമ്പ് ബാങ്കിലാണ് എൻ്റെ വീട്, ചന്തപ്പറമ്പ്. നമുക്കൊരു ക്ലബ്, അപ്പോൾ ക്ലബിൻ്റെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയതാ. അതിൻ്റെ വീഡിയോ കാണിച്ചതാ. ഇവിടുന്ന് തുടങ്ങും. ഇത് ടൂറ് തുടങ്ങുന്നതിന് മുമ്പ് മറ്റേ പൂത്തിരി പരിപാടിയൊക്കെ കത്തിച്ച് കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് കഴിഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങി. ഇതാട്ടോ നമ്മൾ നാട്ട് FRC ചെക്കന്മാരെല്ലാവരും കൂടി പോയത്. ചെറിയ നാടാട്ടോ, കുറച്ച് ചെക്കന്മാരേ ഉള്ളൂ. ഇത് ഒന്നര ഫോട്ടോ പരിപാടി കാര്യങ്ങളൊക്കെ എടുത്ത് രാവിലെ. എന്തല്ല ഇതൊക്കെ 21 മാർച്ചിൽ കേട്ടോ. മാർച്ചിലൊക്കെ എൻ്റെ കോലം നോക്ക്, ഒരുമാതിരി കണ്ണാപ്പികളെ പോലെ ട്രൗസറെ കാണുന്നുണ്ട്. ഇതൊക്കെ ചെക്കന്മാർ കേട്ടോ.
ഇതിപ്പോൾ ഇത് മിന്നാജാണ്. ഇതാണ് മിന്നാജ്. ഇത് മിന്നാജ്, ഇത് അസീബ്, പിന്നെ ജിയാദ്, ഷിബിലി. ഇതിപ്പോൾ സൈലത്തിലാട്ടോ മിന്നാജ് പറഞ്ഞൊക്കെ. പിന്നെ അസീബ് ഞാൻ പറഞ്ഞില്ല സഫയിൽ, ഇവ എൻജിനീയറിങ്ങിൻ്റെ എന്തോ പഠിക്കുകയാണ്. ഷിബിലി ഇപ്പോൾ തൃശ്ശൂരിൽ പേരുപ്പണിയിലാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ പിന്നെ പ്രത്യേക മെമ്മറീസ് എടുത്തത് കാണാൻ കുറേ ഉണ്ടാവും ഇപ്പം, പ്രത്യേകിച്ച് എൻ്റെ ഇതിൽ. പിന്നെ ഇപ്പം എന്തെങ്കിലും അന്ന് വണ്ടറിലേക്ക് പോയതാണ്ടേ, വണ്ടറിലേക്ക് പോയത് തന്നെയാണ്. വണ്ടറിലേക്ക് പോയാൽ അവിടെ അടുത്താണ് ചെക്കന്മാരെല്ലാം കൂടിയുള്ള പരിപാടി. അത് ഒന്ന് കണ്ടോക്കി. ഞാൻ ഈ ഇതിൻ്റെ വീഡിയോ കൂടി കഴിഞ്ഞിട്ട്, ഈ ടൂറിൻ്റെ പരിപാടി കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ. ഇതിപ്പോൾ തന്നെ ലെങ്ത്ത് 11 മിനിറ്റായി, 11-12 മിനിറ്റായി. എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടായിട്ടേ സംഭവം അടിപൊളി പരിപാടി കഴിഞ്ഞു. ഇത് അന്നത്തെ ട്രെൻഡിങ് ഉണ്ടായിരുന്നില്ലേ? ഇത് ടിക്ടോക്ക് ഇല്ലല്ലോ അന്ന്. ടിക്ടോക്ക് ബാൻഡല്ലേ, റീൽസിൽ തന്നെ വന്നു. തന്നെ ആനന്ദ് എന്നാന്ന് പറഞ്ഞൊരു പാട്ട്. അന്ന് ആ പരിസരത്തുള്ളവർ മൊത്തം നമ്മളെ നോക്കി. നമ്മൾ ഏതാണത്, ഏതൊരു ഹിൽ സ്റ്റേഷൻ്റെ മേലെയാണ്. അതിൻ്റെ മേലെ കയറുന്നുണ്ട്, അതിൻ്റെ മേലെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മേലെ കണ്ടുള്ള പരിപാടിയാണ്. അവിടെ വന്ന ടൂറിസ്റ്റുകാർ മൊത്തം നമ്മളെ നോക്കിയിരിക്കും, നമ്മളെ പരിപാടി കണ്ടിരിക്കും. പരിപാടി ഉണ്ടോ അന്ന് 2-3 ദിവസത്തിനായിട്ട് വണ്ടർല ബംഗളൂരു കണ്ടുള്ള പരിപാടിയാണ്. ഞാൻ ഉണ്ട് അതില്, ഞാൻ കറങ്ങുന്നതിന് ഞാൻ വീഡിയോ എടുത്ത് നോക്കണം. പിന്നെ അങ്ങനെ പോയി ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ പോയ ബസ് ഇത്ര ആൾക്കാരുണ്ട്, സാധനങ്ങളൊക്കെ. ഈ ബസ് മൊത്തം നമ്മൾ ആൾക്കാർ പോയത് കേട്ടോ. പിന്നെ ഇപ്പം അന്ന് പോയിട്ട് കാര്യമായിട്ട് ഇപ്പം എന്താ, പിന്നെ തന്നെ അവിടുത്തെ വേൾപൂള് ഇത് ഞാൻ പറയുന്നതും വീഡിയോ എടുക്കുന്ന ഒരു സിങ്ക് കിട്ടുന്നില്ലല്ലേ. ഇത് സ്ക്രീൻ റെക്കോർഡിങ് ഏതോ ലോക്കൽ സാധനം അതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വീഡിയോ അധികം ലെങ്ത്താണ്. ഇപ്പം തന്നെ 15 മിനിറ്റായി. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു നോക്കും. ഇതൊക്കെ എൻ്റെ ഇനി ഞാൻ ഐക്കട്ടിലാണ് പഠിച്ച്
അപ്പോൾ ഐക്കട്ടിത്തെ +2 കഴിഞ്ഞിട്ടുള്ള ഫെയർവെല്ലും പരിപാടിക്കാണ് ഞാൻ കൊണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഞാൻ അധികം പറയണില്ല. എല്ലാവരും അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം കാണിച്ചതേ. ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെന്താ പറയുക, ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇതാട്ട് എൻ്റെ യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം, ഇതാട്ട് എൻ്റെ ID. എല്ലാവരും ഫോളോ ചെയ്യുക. നോക്കട്ടെ, നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ 1K സബ്സ്ക്രൈബറാണ് ഞാൻ കാണുന്നത്. 1K സബ്സ്ക്രൈബർ, അല്ലെങ്കിൽ ആദ്യം 500 പിന്നെ 1K ആവണം. കാരണം ഞാൻ ചെക്കന്മാരോട് അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്ര ദിവസം കൊണ്ട് 1K അടിച്ചു. അപ്പോൾ പലരും ചിലർ 3 മാസം, ചിലർ 6 മാസമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അപ്പം അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ബൈ.